ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു നല്ല അടിപൊളി മീൻകറി ആയിട്ട് വന്നിരിക്കണം. കേര മീൻകറി. അതിലിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, പിന്നെ ഒരു കൊടുമ്പുളി, പിന്നെ 2 സവാള അരിഞ്ഞത്, ചെറിയ സവാള ഉണ്ട്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തേങ്ങ ചിരണ്ടിയതിലിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്ന. പിന്നെ അടുപ്പിലോട്ട് നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് ഫസ്റ്റ് നമ്മൾ ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ്. ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സ് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. ഉലുവ അത്യാവശ്യം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് വഴറ്റുകയാണ്. സവാളയും പച്ചമുളകും ഇഞ്ചിയും നല്ലോണം ഒന്ന് കുഴഞ്ഞ് ഒന്ന് വഴറ്റി വരണം. അതിന് ശേഷമായിരിക്കും നമ്മൾ അതിലിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സവാള നല്ലോണം വാടിയ ശേഷമായിരിക്കണം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അത്ര ആഡ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലകളാണ്. മല്ലിപ്പൊടി എല്ലാം ഇച്ചിരി എടുക്കണം കേട്ടോ. മല്ലിപ്പൊടി, തുള്ളി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും ഇട്ടിട്ട് നമ്മൾ മസാലയുടെ പച്ച മണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ പച്ച മണം മാറി നമുക്ക് നല്ല ഒരു പ്രത്യേക സ്മെല്ല് വേറെ വരും. ആ സ്മെല്ല് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഈ കറി അധികവും വെക്കുന്നത് മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ സാധാരണ കേരക്കറി വെക്കാറ് എൻ്റെ ഉമ്മച്ചി തേങ്ങ വറുത്തരച്ച് വെക്കാറ്. ഇതിപ്പോൾ എൻ്റെ വല്യമ്മ, അതായത് വാപ്പുമ്മയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടണം. എന്നിട്ട് അരപ്പ് ഇച്ചിരി വെള്ളം ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളവും ചേർക്കണം. തിക്ക് കൺസിസ്റ്റൻറ്റി ആയിരുന്നല്ലോ. അതിലിട്ട് കൊടുമ്പുളിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഇപ്പോൾ കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ അളവിനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് കറി തിളച്ച ശേഷമാണ് ബാക്കി ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് തിളച്ച ശേഷം ഇരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, കഴുകി വെച്ചേക്കണ വൃത്തിയാക്കി വെച്ചേക്കണ കേര മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അരപ്പ് നല്ലോണം തിളക്കണം കേട്ടോ. അരപ്പ് നല്ലോണം തിളച്ച് ഒരു ചെറിയ രീതിയിൽ നെയ്യൊക്കെ തെളിഞ്ഞ ശേഷം മാത്രം നമ്മൾ മീൻ കഷ്ണം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. മീൻ കഷ്ണം ആഡ് ചെയ്ത ശേഷം അത് പിന്നെയും കിടന്ന് തിളക്കണം. എന്നിട്ട് അതൊന്ന് ആ ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയ താളിക്കലടുത്തുണ്ട് ഉള്ളി മുരിച്ച് അതിൻ്റെ ഉള്ളിലിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഐറ്റംസാണിത്. ചെറിയ ഉള്ളി കുഞ്ഞാന്നരിഞ്ഞ് ഇച്ചിരി വേപ്പിലയും ചാലിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മുരിച്ചെടുക്കുക. ഇതിൽ ഉപ്പൊന്നും ചേർക്കണം കേട്ടോ. ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കില്ല. നമ്മൾ കറിയിൽ ഓൾറെഡി ചേർത്തേക്കണ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ ആ മുരിച്ചെടുത്ത ഉള്ളി ഇതിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. അധികം കരിഞ്ഞു പോകരുത്. ഇതുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.